കുറേ വർഷം മുന്നേ 2000-ൽ 25 കൊല്ലം മുന്നത്തെ ഒരു കല്യാണത്തിന്റെ കഥ. കല്യാണത്തിന് എന്താ ഇത്ര കഥ പറയാനെന്നാണോ? നോക്കാം, പറയാം. അക്കരക്കാരിനെതിലാക്കും ഇക്കരക്കാരമതിനും ആശിച്ചു കിട്ടിയ മുഹബത്തിൻ കല്യാണം. അക്കരക്കാരിനെതിലാക്കും ഇക്കരക്കാരമതിനും ആശിച്ചു കിട്ടിയ മുഹബത്തിൻ കല്യാണം. മംഗളം പറഞ്ഞു വെച്ചിട്ട് 6 മാസമായി. ഉമ്മർക്കാക്ക വഴി അന്വേഷണം ദുബായ് ഖത്തർ വഴികളിലൂടെ റഫീഖിനോട് കാര്യം അവതരിപ്പിച്ചതാണ്. പരസ്പരം കണ്ടിരുന്നോ? ഇല്ല. പക്ഷെ ന്യൂജൻ പോലെ ചാറ്റ് ചെയ്തു. അല്ല, കത്തുകൾ അയച്ചു, പരിചയപ്പെട്ടു. ഒരാൾ കോഴിക്കോട് പഠനച്ചൂടിലും മറ്റേയാൾ ദുബായ് കടലിന്റെ കുമർച്ചയിലും. നേരിട്ട് കാണുവാൻ മരുഭൂമിയിലും കടലിൻ നടുവിലും നീറുകയാണ് ഞാൻ. മേരീനതിലാം കൊതിയാവും നേരിട്ട് കാണുവാൻ, നേരിട്ട് കാണുവാൻ. അങ്ങനെ അവസാനം നവംബറിൽ റഫീഖിന് ലീവ് കിട്ടി. കല്യാണ ഡേറ്റ് ഫിക്സ് ആയി. നാട്ടിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളായി. നാട്ടിലെത്തി പിറ്റേന്ന് തന്നെ അവളെ കാണാൻ അവളെ കോളേജിലെത്തി. കാത്തുനോറ്റ് കാത്തു നിന്ന നാട് വന്നല്ലോ, കാത്തു നിന്നൊരാള് മുന്നിൽ വന്നല്ലോ. കാത്തുനോറ്റ് കാത്തു നിന്ന നാള് വന്നല്ലോ, കാത്തു നിന്നൊരാള് മുന്നിൽ വന്നല്ലോ. നിലാവ് പൂത്ത പോലെ മുഖം തെളിഞ്ഞല്ലോ, നിലാവ് പൂത്ത പോലെ മുഖം തെളിഞ്ഞല്ലോ. കരളിനുള്ളിൽ കാത്തു വെച്ച നെടുപൊട്ടിയല്ലോ, നെടുപൊട്ടിയല്ലോ. ഗിഫ്റ്റായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുള്ള ഒരു കുഞ്ഞു ഖുറാനും അടിപൊളി സ്വിസ് ചോക്ലേറ്റും അവർക്ക് നൽകിയപ്പോൾ നെജ്ലാന്റെ മനസ്സ് കുളിർത്തു. കണ്ടു മടങ്ങിപ്പോകാനിരുന്ന റഫീഖിനോട് അവൾ പറഞ്ഞു, നാളെ ക്ലാസ് ഇല്ല, നാട്ടിലേക്ക് ഞാനും വരുന്നു. അങ്ങനെ ആദ്യമായി ഒരു ട്രെയിൻ യാത്ര ഒരുമിച്ച്. കൂടെ വന്ന നജീബ് ഉണ്ടായിരുന്നു. കൂടെ വന്ന നജീബും ആ ട്രെയിനിലെ ആയിരക്കണക്കിന് ആളുകളെയും അവർ ശ്രദ്ധിച്ചില്ല. അവർ അവരുടെ ലോകത്തായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കൂക്കിപ്പായും തീവണ്ടിക്ക് വേദഗതി കാണോ, അത് പാളത്തിന് നീളം കുറവാണോ? കൂക്കിപ്പായും തീവണ്ടിക്ക് വേഗഗതി കാണോ, അതോ നീളം കുറവാണോ? കണ്ണും കഥ പറയുമ്പോൾ ഈ യാത്ര തീരാതിരുന്നെങ്കിൽ. ചെക്കനും പെണ്ണും ഇങ്ങനെ ആ ദിവസത്തിന് വരവേൽക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം വീട്ടുകാർ തിരക്കിട്ട് കല്യാണ ഒരുക്കങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം ക്ഷണിക്കൽ, പന്തല്, അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറിക്കഴമ്പുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറിക്കഴമ്പുള്ള കൂട്. കണ്ണാളെ കെട്ടാനാണല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്നനാന നിന്നെ വീടിടം. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. വീട്ടുകാർ റെഡി, ചെക്കനും പെണ്ണും എന്നേ റെഡി. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്. എന്താണ് ആ ട്വിസ്റ്റ്? നാട്ടുകാർ റെഡിയല്ല, ഉസ്താദ് സമ്മതിക്കുന്നില്ല.
എന്താണ് പ്രശ്നം? അങ്ങ് തേയിലവളപ്പിൽ കല്യാണ തലേന്നിന്റെ പൊലിപ്പിലാണ് നെജ്ലാന്റെ ഫ്രണ്ട്സ് കോഴിക്കോട്ട് നിന്ന് എത്തി. നജീബാണ് ലിയോ റോഡ് കോളേജിൽ നിന്നും അവന്റെ ചൺസിനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നബീൽ ഒരു ദിവസത്തേക്ക് നവോദയെന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞി നവാബ് ഓടി നടക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വാങ്ങിയ ലെഹങ്ക, അന്ന് നാട്ടിൽ ലെഹങ്ക എത്തിയിട്ടില്ല, വയലറ്റ് കളർ നിറയെ വർക്കുള്ളതും നെജ്ലാന്റെ ഫ്രണ്ട്സ് ഒരുക്കുന്നുണ്ട്. മേക്കപ്പ് ഇട്ട് സ്വർണ്ണ വിഭൂഷിതയായി പുതിയ പെണ്ണ് എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ബാബു അങ്കിളിനോട് അവൾ പോസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും സന്തോഷവതി. മൈലാഞ്ചിയുണ്ട്, ഒപ്പനയുണ്ട്, കളിച്ചിരിയും കലവിലയുണ്ട്, ബിരിയാണി ചെമ്പിൽ തുമ്മടിയുണ്ട്, ഇടനെഞ്ചും ചെപ്പിന്റെ മേളമുണ്ട്, നെജിലാന്റെ ഇടനെഞ്ചിൽ ചെപ്പിന്റെ മേളമുണ്ട്. മൈലാഞ്ചിയുണ്ട്, ഒപ്പനയുണ്ട്, കളിച്ചിരിയും കലവിലയുണ്ട്, ബിരിയാണി ചെമ്പിൽ തുമ്മടിയുണ്ട്, ഇടനെഞ്ചിൽ ചെപ്പിന്റെ മേളമുണ്ട്, നെജിലാന്റെ ഇടനെഞ്ചിൽ ചെപ്പിന്റെ മേളമുണ്ട്. എന്നാൽ പുറത്ത് എന്താ ഒരു ചർച്ച? ഉപ്പയും ഉമ്മയും കാരണവും മൂത്താപ്പയൊക്കെ എന്താ ഇത്ര ടെൻഷനിൽ? നാടാകെ കേൾക്കുന്നു, നാട്ടാരും ചൊല്ലുന്നു, പള്ളിയിലെ കാവീനെ നീ കാഹിനെ വിളിച്ചില്ല, എന്ത് നിക്കാഹാണ് ഇങ്ങനെ കൂടും ഞാൻ ഒരു വിലക്കുമുണ്ട്, ഒരു വിലക്കുമുണ്ട്. നാടാകെ കേൾക്കണു, നാട്ടാരും ചൊല്ലണു, പള്ളിയിലെ കാവീലെ നീ കാഹിനെ വിളിച്ചില്ല, എന്ത് നിക്കാഹാണ് ഇങ്ങനെ കൂടും ഞാൻ ഒരു വിലക്കുമുണ്ട്, ഒരു വിലക്കുമുണ്ട്. ഇതേ സമയം ബംഗ്ലാവിൽ എന്താ നടക്കുന്നത്? റഫീഖ് കണിശക്കാരനാണ്. ഉള്ള പൈസ മാത്രമേ ചെലവാക്കൂ, ഷോ ഓഫ് ഇല്ല. അതുകൊണ്ട് തലേന്നും മംഗളത്തിന്റെ അന്ന് പോലും ഉമ്മയും പെങ്ങന്മാരുമാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാത്തിരുന്ന് കാത്തിരുന്ന് കല്യാണമായി ഒത്തിരിക്കാൻ 100 കാര്യങ്ങളായി, കാത്തിരുന്ന് കാത്തിരുന്ന് കല്യാണമായി ഒത്തിരിക്കാൻ 100 കാര്യങ്ങളായി, പന്തലില്ല ബിരിയാണി ചെമ്പില്ല, നെയ്ച്ചോറി വിളമ്പാൻ പണിക്കാരില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? പരിഭവങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ടെൻഷനുണ്ട്. അത് പറയുന്നതിന് മുമ്പേ അതിലേക്കുള്ള കാരണം പറയാം. നല്ല തകൃതിയായി കല്യാണ ചർച്ചകൾ നടക്കുമ്പോഴാണ് റഫീഖ് പറഞ്ഞത് നിക്കാഹ് പള്ളിയിൽ വെച്ചാണ് നടത്തുന്നതെന്ന്, അതും വളപട്ടണത്ത്. അതല്ലല്ലോ നാട്ടു നടപ്പ്. പെണ്ണിന്റെ വീട്ടിലോ ആ നാട്ടിലെ പള്ളിയിലോ ആണല്ലോ ഉണ്ടാവുക. പക്ഷേ റഫീഖ് ആരാ മോൻ? താൻ നനച്ചത് ഇസ്ലാമികമായി തെറ്റുണ്ടോ? ഇല്ല. എന്നാൽ ഇത് തന്നെയാണ് തീരുമാനം. പോലെ പുകിലും. അതോടെ ബംഗ്ലാവിലും പ്രശ്നങ്ങളുണ്ടായി, അങ്ങ് തേയിലവളപ്പിലും. ആറടിക്കാരൻ നരച്ചൂടൻ, ആരെയും കേൾക്കാത്ത ബലാലാനവൻ, ആറടിക്കാരൻ നരച്ചൂടൻ, ആരെയും കേൾക്കാത്ത ബലാലാനവൻ. നവംബർ 5 രാവിലെ കല്യാണ ദിവസമാണ്. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സുദിനം. പക്ഷേ രാവിലെ തന്നെ എന്താ ഒരു പത്രവാർത്ത? നെജ്ലാദിന്റെ കുടുംബത്തിനെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്ന്. വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു അത്രേ കല്യാണത്തിന് കൂടിയാൽ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കാൻ സമ്മതിക്കൂലെന്ന്. ഇത് കേട്ട പാവം നാട്ടുകാർ എന്ത് ചെയ്യാൻ? അവർക്ക് പള്ളിയെ ധിക്കരിക്കാനാവുമോ? അപ്പോ കല്യാണം മുടങ്ങിയോ? പള്ളിയും നാട്ടുകാരും ഇല്ലാതെ എന്ത് കല്യാണം? പക്ഷേ ആ പരിപ്പ് ഇവിടെ വരില്ല. പണ്ട് 70കളിൽ യുക്തിക്ക് ചേരാത്ത എന്ത് നാട്ടു നടപ്പിനും എതിർത്ത മൂസമാഷിന്റെ കുടുംബമാണിത്. ഉമ്മമ്മ പറഞ്ഞു, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട് പുതിയാപ്പിളയും കുടുംബക്കാരുമാണ് റഫീഖിന്റേത്.
കബറടക്കില്ല എന്ന ഭീഷണി ആണെങ്കിൽ നമ്മൾക്ക് അൽഹംദുലില്ലാ കുടുംബസ്ഥലമുണ്ട് കബറടക്കാൻ. ഉമ്മ സൂപ്പർ സ്ട്രോങ്. എന്റെ ഉപ്പ കുടുംബമോ 16-17 വയസ്സിൽ കല്യാണാലോചനകൾ വരുമ്പോൾ മോളെ പഠിപ്പിച്ച് ഇഷ്ടമുള്ള സമയത്ത് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ഉപ്പുമ്മ, എന്റെ ബെലീമ. ഈ കല്യാണത്തിന് 3 ദിവസം മുന്നേ മരണമടഞ്ഞു. മരിക്കുമ്പോൾ വസിയത്ത് ചെയ്തു കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നടത്തണമെന്ന്. എന്നിട്ട് ആ സങ്കടം ഉള്ളിൽ ഒതുക്കി ഓടി നടക്കുകയാണ് എന്റെ ഉപ്പ. അപ്പോഴാണ് ഈ ഭീഷണി. അങ്ങനെ നാട്ടുകാരില്ലാതെ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമായി. പക്ഷെ ഒരു ബസ് നിറയെ കോഴിക്കോട് നിന്ന് വരുന്ന നെജിലാന്റെ ഫ്രണ്ട്സും നജീബിന്റെ ഫ്രണ്ട്സും അതുപോലെ മതി. നെജിലാക്കും റഫീഖിനും കല്യാണമായി, ഇഷ്കിന്റെ കസലിന്റെ സമയമായി. നെജിലാക്കും റഫീഖിനും കല്യാണമായി, ഇഷ്കിന്റെ കസലിന്റെ സമയമായി. ആണും ബഹളവും പത്രാസും കുറഞ്ഞാലും സ്നേഹക്കൂട്ടായ്മയായി ബന്ധുക്കളുണ്ട്. ആണും ബഹളവും പത്രാസും കുറഞ്ഞാലും സ്നേഹക്കൂട്ടായ്മയായി ബന്ധുക്കളുണ്ട്. ഇതൊക്കെ നടക്കുന്ന സന്തോഷമുണ്ടെങ്കിലും നെസ്ല പൂക്കുമ്മ മരിച്ച 3 ദിവസമായപ്പോഴേക്കും പെറ്റാച്ച്മാർ ക്ഷമിക്കാൻ വന്നപ്പോൾ ആകെ വിഷമം. അതുകൊണ്ട് മേക്കപ്പ് ഇട്ടില്ല, സ്വർണ്ണമിട്ടില്ല. സ്വർണ്ണമിടാതെ എന്ത് പുതിയ പെണ്ണ്. പക്ഷെ അങ്ങനെയാണ് അവൾ വന്നത്. പള്ളിയിൽ സ്വന്തം നിക്കാഹ് കാണാൻ ഭാഗ്യം കിട്ടി നെജിലാക്ക്. റഫീഖിന്റെ ആ തീരുമാനമോർത്ത് അവൾ അള്ളാഹുവിനെ 1000 തവണ സ്തുതിച്ചു. ഇപ്പോൾ പോലും പത്രവാർത്തയാണ് സ്വന്തം നിക്കാഹിന് പെണ്ണ് പള്ളിയിൽ പോകുന്നത്. അത് വൈറലാവുകയാണ്. മാലയും വളയുമില്ലെന്ന് പുതിയ പെണ്ണ് എന്ന് വേറെ വൈറലാവും. അങ്ങനെ ഡബിൾ വൈറലാവേണ്ട കഥയാണ് 25 വർഷം മുന്നേ നടന്നത്. അങ്ങനെ റഫീഖിന്റെ ഇണയായും തുണയായും നെജില ബംഗ്ലാവിലേക്ക് പോയി. അവിടെ റഫീഖിന്റെ ഉപ്പ പുഞ്ചിരിയോടെ ഇരിക്കുന്നു. വലിയ എറയത്ത് നടുവിലെ റൂമിലേക്ക് അവളെ ഇരുത്തി. സുമി അഫ ഒക്കെ വെള്ള സ്കാർഫും പിങ്ക് സാരിയും ചമയിച്ചു. എനിക്ക് പുതിയ പെണ്ണിന്റെ ഒരു പ്രതീതി മനസ്സിൽ ഉണർന്നു. സുമി, സാലി, സുമി, തസ്ലി ഇപ്പോ ഒക്കെ ചുറ്റും കൂടി ഓടി നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ ആഡംബരങ്ങളും കുട്ടിക്കുട്ടിക്കുന്ന ആനന്ദാമുക കല്യാണം. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും ആഡംബരങ്ങളും കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. അവിടെ ഒരുപാട് ആളുകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് കൗതുകമായിരുന്നു. പിന്നീട് ഒരിക്കൽ റഫീഖിന്റെ ഉമ്മ നെജ്ലാനോട് പറഞ്ഞു, തീരെ സ്വർണമിടാതെ വന്നിട്ട് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്ന്. ഒരു മാല പോലും ഇടാതെ അവിടെ കയറി ചെന്ന എന്നെ തമാശക്ക് പോലും ഒന്നും പറയാതെ സ്വീകരിച്ചിരുത്തിയ ആ ഉമ്മാരുടെ മനസ്സിനെ വലിപ്പത്തെ ഞാൻ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. കൂട്ടുകുടുംബത്തിൻ കൂട്ടാനെന്നും അതിലിവിടെ മതിലിവിടെ ഒന്നാണെല്ലാരും. അങ്ങനെ സംഭവ ബഹുലമായ ഒരു കല്യാണ ദിവസം കടന്നുപോയി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സന്തോഷവും കൊച്ചു കൊച്ചു പരിഭവങ്ങളും 4 മക്കളും എല്ലാവരും സ്നേഹവുമായി 25 വർഷങ്ങളായി. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി ഈ പരിപാടി സഹിച്ചതിനും എല്ലാവരും സപ്പോർട്ടിനും.